ഹലോ, എല്ലാവർക്കും MISലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള ട്രെയിൻ യാത്രക്കാരുണ്ടല്ലേ. എവിടെ പോയാലും നല്ല ഇടിയാണ് ഏത് ട്രെയിനകത്തും. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ളപ്പം നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ട്രെയിൻ എവിടെ എത്തിയെന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ സ്റ്റേഷനേത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നമ്മുടെ ഫോണിനകത്ത് അറിയാം. അറിയുന്നവരുണ്ട് കേട്ടോ. വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്തു കേട്ടോ. അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ട്രെയിൻ യാത്ര കൂടുതലായിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അറിയാം. ഓരോരുത്തർ ചോദിക്കാറുണ്ട് ട്രെയിൻ എവിടെ എത്തി, എത്ര സമയമാകുമ്പോൾ എത്തും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വരുന്നത്. നമുക്ക് നേരെ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളോട്ട് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഹലോ, ഇന്നെല്ലാവരെയും പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ട്രെയിനിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ എവിടെ എത്തി, എത്ര മണിക്കാണ് ട്രെയിനും കാര്യങ്ങളും പുറപ്പെടുന്നത്, ഏതൊക്കെ സ്റ്റേഷനിൽ എത്ര മണിയാകുമ്പോൾ എത്തും എന്നുള്ളതിന് വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വേർ ഈസ് മൈ ട്രെയിൻ എന്നാണ് ആപ്ലിക്കേഷനും കാര്യങ്ങളും പ്ലേ സ്റ്റോറിനകത്ത് നോക്കി അവൈലബിൾ ആണ്. ഈ കാണുന്ന ലോഗോയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ വരുന്നത്. നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കാം കേട്ടോ. നേരെ ആപ്ലിക്കേഷനകത്തോട്ട് നമുക്ക് കയറാം. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ കൊടുക്കുമ്പോൾ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും കൊടുക്കാനാണ്. അത് വൺ ടൈം കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ കൊടുക്കാം. പിന്നീട് ഏത് ലാംഗ്വേജാണ് സെലക്ഷൻ ചെയ്യേണ്ടത്, ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാം ഉണ്ട് കേട്ടോ. ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, അങ്ങനെ എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ മലയാളമാണ് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു വാക്കടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം കാണിക്കും. നമ്മൾ ഈ ആപ്ലിക്കേഷനും കാര്യങ്ങളും തുറക്കുമ്പോൾ തന്നെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളും ഇങ്ങനെയാണ് വരുന്നത്. ആപ്ലിക്കേഷനിലെ ഇൻ്റർഫേസും കാര്യങ്ങളും ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് പോകാനുള്ള സ്ഥലമാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ടാമത് കാണിച്ചിരിക്കുന്നത് നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമാണ്. അതിന് താഴെ നമ്മുടെ ട്രെയിനിൻ്റെ നിലയും കാര്യങ്ങളും. ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ ഒരു മലബാർ എക്സ്പ്രസ് ആണ് എടുക്കുന്നതെങ്കിൽ ആ ട്രെയിൻ എവിടം തൊട്ടാണ് എവിടം വരെയാണ് പോകുന്നതെന്നുള്ള, ഏതൊക്കെ ജംഗ്ഷനുണ്ട്, ഏതൊക്കെയാണ് സ്റ്റോപ്പും കാര്യങ്ങളും വരുന്നതുള്ള എല്ലാ ഡീറ്റെയിലും അറിയാൻ വേണ്ടിയാണ്. പിന്നീട് സ്റ്റേഷൻ കോഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ സ്റ്റേഷൻ്റെ പേര്, ഇപ്പം നമുക്ക് ഇറങ്ങാനുള്ള കരുനാഗപ്പള്ളി നിന്നാണ് എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ കരുനാഗപ്പള്ളി എന്ന് അടിച്ചു കൊടുക്കുക. കരുനാഗപ്പള്ളി നിന്നാണ് നമ്മൾ കയറുന്നതെങ്കിൽ കരുനാഗപ്പള്ളി. ഇറങ്ങാനുള്ളത് നമ്മുടെ കോഴിക്കോട്. അത് കഴിഞ്ഞ ശേഷം സെർച്ചിന്, അതായത് അതിനുശേഷം ട്രെയിൻ കണ്ടെത്തുക എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പോകുന്ന ട്രെയിനും കാര്യങ്ങളും, ഇപ്പം റണ്ണിങ് ആയിട്ടുള്ളത് 3:51 വരെയുള്ള ട്രെയിനും കാര്യങ്ങളാണ്. ബാക്കി മലബാറൊക്കെ വൈകുന്നേരത്തോടെ എടുക്കുന്ന ട്രെയിനുകളും കാര്യങ്ങളാണ്. നമുക്ക് ആദ്യം ഏറനാട് എക്സ്പ്രസ് 5:05 വരുന്നത്. ആ ടൈമാണ് കൊടുത്തിരിക്കുന്നത്. 12:32 PM ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഏറനാട് നമ്മുടെ കോഴിക്കോടെത്തും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത് തീയതിയും കാര്യങ്ങളും മാറ്റാനാണ്. കലണ്ടറുണ്ട്, ഏത് ഡേറ്റ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ആ ട്രെയിൻ കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അത് നമ്മൾ കൊടുക്കുക. അതിന് തൊട്ടിപ്പുറത്ത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടിക്കറ്റ് നിരക്കും കാര്യങ്ങളുമാണ്. AC അത് നമുക്ക് ജനറൽ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജനറൽ ടിക്കറ്റിൻ്റെ ഫീസും കാര്യങ്ങളും ഈ സൈഡിൽ മൂലയ്ക്ക് നമുക്ക് കാണാൻ വരുന്നുണ്ട്. 110, 115. അതുപോലെ തന്നെ ഇറങ്ങിയ ട്രെയിൻ, ഇപ്പോൾ 5 മണിക്ക് കരുനാഗപ്പള്ളി വരേണ്ട ട്രെയിൻ വന്നത് 5:16. ഇപ്പോൾ അത് എവിടെ എത്തി എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഇപ്പോൾ അത് നമ്മുടെ തൃശ്ശൂരുകാരന് ഷൊർണൂർ ജംഗ്ഷൻ ആയിട്ടുണ്ട് നമ്മുടെ ട്രെയിനും കാര്യങ്ങളും. അത് എത്ര മണിക്കാണ് എടുക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 11:40 വരേണ്ട ട്രെയിൻ 11:31 നമ്മുടെ ഷൊർണൂർ എത്തിയിട്ടുണ്ട്. 10:45 ആകുമ്പോൾ തന്നെ ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ എടുക്കുമെന്നുള്ള ഓപ്ഷൻ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു സീറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് കൊടുത്തേക്കുണ്ടല്ലേ. അതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഗിയും കാര്യങ്ങളും ഏത് നമ്പറിലാണ്, ഏത് പ്ലാറ്റ്ഫോമിലാണ് നിർത്തണമെന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇതിനകത്ത് തന്നെ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് കയറണമെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷൊർണൂർ 7th നിർത്തുന്നത്, തൃശ്ശൂർ 2, ചാലക്കുടി 2, ആലുവ 3 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പ്ലാറ്റ്ഫോമാണ്, നമ്മൾ കയറേണ്ടതും ഇറങ്ങേണ്ടതെന്നായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് കാണിക്കുന്നത്. ആ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് അതാണ് കാണിക്കുന്നത്, സിമ്പിളായിട്ട് പറഞ്ഞാൽ. പിന്നീട് നമുക്ക് ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിനി പറയാനുള്ളതെന്ന് വെച്ചാൽ ഏതൊക്കെ ട്രെയിനാണ് ഓടുന്നതിനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ട്രെയിൻ എപ്പോഴാണ് എടുക്കുന്നതെന്നുള്ളത് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കി പോയി കഴിഞ്ഞാൽ ഈ ട്രെയിൻ നമ്പരോ ട്രെയിനിൻ്റെ പേരോ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ട്രെയിൻ
ട്രെയിൻ നമ്പർ മിക്കുള്ളവർക്കും നമുക്ക് ആപ്ലിക്കേഷനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഏറനാട് എക്സ്പ്രസ് ആണെങ്കിൽ സെർച്ച് ചെയ്തുകൊണ്ട് ഏറനാട് എക്സ്പ്രസ് വന്നിട്ടുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തു നിന്ന് 3:35 സ്റ്റാർട്ട് ചെയ്യുന്നത്. വർക്കല വന്നപ്പോഴത്തേക്ക് 4:14. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ടിങ് ചെയ്തിരിക്കുന്നത്. 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ കിടന്നത്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി എവിടം വരെയാണ് നമ്മൾ ട്രെയിൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. മംഗളൂരു സെൻട്രൽ വരെ ട്രെയിനും കാര്യങ്ങളുണ്ട്. 4:51 ട്രെയിനും കാര്യങ്ങളും അവിടെ എത്തും. എൻ്റെ നമ്പരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ നില അറിയുക എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എവിടം തൊട്ട് എവിടം വരെയാണ് പോകുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ്, ഏതൊക്കെ സ്റ്റോപ്പിൽ നിർത്തും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അടുത്തതെന്ന് വെച്ചാൽ സ്റ്റേഷനാണ്, തത്സമയം സ്റ്റേഷന്. ഇപ്പോൾ ഞാൻ കരുനാഗപ്പള്ളിയാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരുനാഗപ്പള്ളി ഏതൊക്കെ ട്രെയിൻ ഏതൊക്കെ സമയം നിർത്തിയിട്ടാണ് പോകുന്നതെന്നുള്ള, ഏത് പ്ലാറ്റ്ഫോമാണ്, എത്ര ടൈമാണ്, എത്ര ടൈം ഡിലേ ഉണ്ടെന്നുള്ള എല്ലാം കാണിക്കുന്ന രീതിയിലാണ് സ്റ്റേഷൻ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. ഷെഡ്യൂളാണ്, സ്റ്റേഷനിൽ നിർത്തുന്ന ഏതൊക്കെ ട്രെയിനാണ് എപ്പോഴാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഈ ആപ്ലിക്കേഷനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പെട്ടെന്ന് ഏതൊരു മനുഷ്യനും പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. മൊബൈൽ നമ്പറോ കാര്യങ്ങളോ ഒന്നും തന്നെ സൈൻ ചെയ്യേണ്ട. എല്ലാം നല്ല കൃത്യമായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളാണ് നമ്മുടെ ഈ ആപ്ലിക്കേഷനും കാര്യങ്ങളും യൂസ് ചെയ്തിരിക്കുന്നത്, കൊണ്ടുപോകുന്നത്. ഏതൊരു കുഞ്ഞൊരു കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്താലും ഈ ആപ്ലിക്കേഷൻ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ. അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. വയസ്സായിട്ടുള്ള ആൾക്കാർക്കായാലും പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഇപ്പോൾ ഇനി ഒരിക്കലും ചോദിക്കരുത് ഈ ട്രെയിനകത്ത് കയറുമ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്താണെന്നൊന്നും. അപ്പോൾ എല്ലാവരും എടുത്ത് നോക്കുക. വളരെയധികം യൂസ്ഫുള്ളും കാര്യങ്ങളും ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. എല്ലാം സിമ്പിളായിട്ട് തന്നെ പഠിക്കാൻ എടുക്കാനും പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ട്രെയിനിൻ്റെ സമയം കാര്യങ്ങളും ഏതൊക്കെ ട്രെയിൻ എപ്പോഴാണെന്നൊന്നും അറിയാൻ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നോക്കിയാൽ മതി. ഇത് പിന്നെ ഒരു കേന്ദ്ര സർക്കാർ IRTCയുടെ ആപ്ലിക്കേഷൻ അല്ല, ഒരു സെക്കൻഡറിയാണ്. പക്ഷേ അവരെക്കാട്ടും നല്ല രീതി അപ്ഡേറ്റും കാര്യങ്ങളുള്ളതാണ് ഈ വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കടിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം നേരം. അതുപോലെ തന്നെ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഒഫീഷ്യലും നമ്മുടെ ചാനലിൻ്റെ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഒന്ന് ജോയിനും കൂടെ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നുണ്ടെങ്കിൽ പറയാം നിങ്ങളുടെ സ്വന്തം നേരം പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്നതാണ്. ബൈ.